ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അതെ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങ അച്ചാർ. നമ്മൾ മുന്നേ വേടുകോപ്പുളിന് അച്ചാർ ഇട്ടു, ചെറുനാരങ്ങ ഇട്ടു. ഇപ്പം നമ്മൾ മാങ്ങ ഇടാൻ പോവാണ്. ഇരുമ്പുളി അച്ചാർ ഇട്ടായിരുന്നു കേട്ടോ. ഇരുമ്പുളി അച്ചാർ ഇട്ടാൽ വീഡിയോ പിടിച്ചില്ലായിരുന്നു. വീഡിയോ പിടിച്ചില്ല, അച്ചാറും തീർന്നു കേട്ടോ. വേറെ അപ്പം ഇപ്പം നമ്മൾ വന്നാണ് എൻ്റെ അമ്മ വീട്ടിലാണ്. എൻ്റെ വീട്ടിൽ വന്നേക്കുവാണ്. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലൊക്കെ പോയിട്ട് പിന്നെ നേരെ അങ്ങ് പോന്നു. 2-3 ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് വയ്യായിരുന്നു. അപ്പോൾ അത് കാരണം ഇനി പതുക്കെ വീഡിയോസൊക്കെ ഇടണം. അപ്പോൾ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. അതെ, പിന്നെ എന്നാണ്ട് വിശേഷം എല്ലാവർക്കും? എല്ലാവരും ഞങ്ങളുടെ കുഞ്ഞാവ് വരെ ഞങ്ങൾക്ക് ഇച്ചിരി ദിവസമുള്ളൂ, കുറച്ച് ദിവസം കൂടി. കുറച്ച് ദിവസം കൂടി. അപ്പം അതുവരെ ഞങ്ങൾ അങ്ങോട്ട് പോകുന്നല്ലേ ഇപ്പോൾ. അപ്പോൾ നമുക്കത് തൊണ്ടൊക്കെ ചെത്തി നമുക്ക് റെഡിയാക്കി എടുക്കാം, അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ അത് നമ്മൾ മാങ്ങ അരിയാട്ടോ. അതെ, മാങ്ങയുടെ തൊണ്ടൊക്കെ ചെത്തി അമ്മച്ചിയാട്ടോ അരിയണത്. നമ്മൾ അമ്മയെ നോക്കിയമ്മ ഇതാ മാങ്ങ ഞങ്ങൾ ചെത്തി ഇനി കുരുന്ന് അരിഞ്ഞെടുക്കണം. അപ്പം അരിയണ പണി അമ്മാമ്മയ്ക്കാട്ടോ. അപ്പോൾ ഇത് വേണമെങ്കിൽ മാങ്ങാണ്ട് കഴിച്ചോ. വേണ്ട, ഇതാ അപ്പം ഇവിടെ മാങ്ങയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്കിനി പച്ചമുളക് കരിഞ്ഞ് സെറ്റാക്കാം. അപ്പം നമുക്ക് അച്ചാറിടാം. വാ. അപ്പം ഇത് നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ പോവാണേ. അപ്പം നമ്മൾ ചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ചൂടാവട്ടെ. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ പാകത്തിന് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എണ്ണ ചൂടാവട്ടെ. അപ്പോൾ എല്ലാവർക്കും സുഖമാണോ? അതെ, അപ്പോൾ എല്ലാവർക്കും വീണ്ടും ചോദിക്കാം. എണ്ണ ചൂടായി വരണം കേട്ടോ. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. എണ്ണ ശരിക്കും ചൂടായില്ലായിരുന്നു. സാരല്ല, നമ്മുടെ കടകൊക്കെ പൊട്ടി തുടങ്ങി. അതെ, അയ്യോ. കടുക് പൊട്ടി നമുക്ക് തീ ഉറച്ച് വെച്ചിട്ടേ നമ്മുടെ കടുക് വേഗം പൊട്ട് ഉണക്കമുളക് കിടക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് നമ്മുടെ വെളുത്തുള്ളി കറിവേപ്പില, പച്ചമുളകും കാന്താരി തീരാതെ മുഴുവനായിട്ടാണ് ഉണ്ടാവും. ഒന്ന് വഴണ്ടി വരട്ടെ. എന്താ നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം കേട്ടോ. അതിൻ്റെ ആ ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇളക്കി കൊടുക്കാം. നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി മുളക്, സാധാ മുളക് പൊടി, ഇതൊക്കെ ചുമ്മാ അലപ്പുണ്ടാക്കുക. മഞ്ഞൾപ്പൊടി ഇട്ടേ. മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ സാധാ മുളക് പൊടി ഒരു 1.5 ടീസ്പൂൺ. ഒരുപാട് എരിവൊന്നും വേണ്ട. ഇട്ടു. പിന്നെ നമ്മൾ കാശ്മീരി ചില്ലി കണ്ട ഇത്ര വേണ്ട. അത്ര മാങ്ങയില്ല. കുറേ മാങ്ങ ഉണ്ടോ നമ്മൾ ഇത്ര മുളക് പൊടി അതിനകത്തോട്ട് നമ്മൾ നമ്മുടെ പൊടിച്ച് ചേർന്ന് ഉലുവപ്പൊടി ഇട്ടു. നന്നായിട്ട് മിക്സ് ചെയ്തോളാം. ആ പച്ചമണം മാറണ വരെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പൊന്ന് ചുമയാവും. പച്ചമുളക് ഏകദേശം
ഇവിടെ സീരിയൽ വെച്ചേക്കാട്ടോ, സീരിയലിന്റെ സൗണ്ടൊക്കെ കേൾക്കാം. ഇഷ്ടം മാത്രം. ഇപ്പം നമ്മൾ ഇത് കണ്ടത് കായം ചൂടൻ വെള്ളത്തിലിട്ട് മെൽട്ടാക്കി വെച്ചേക്കുന്നതാണ്. ആ കായത്തിൻ്റെ ഒഴിക്കാം. നല്ല പുക വരുന്നുണ്ട്. വെള്ളം കൂടി ചേർക്കാം. വെള്ളം ചേർക്കാം. നമ്മൾ എന്തോരം മാങ്ങ എടുക്കണമെന്ന് വെച്ചാൽ അതനുസരിച്ച് നമുക്കറിയാലോ. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ എടുക്കാൻ. അപ്പം അതനുസരിച്ച് നമ്മൾ എടുത്താൽ മതി. അങ്ങനെ കണക്ക് ഞാൻ പറഞ്ഞില്ലേ, എനിക്കങ്ങനെ കൈക്കണക്കുള്ളൂ. അങ്ങനെ ഇത്ര സ്പൂണെന്നൊന്നും പറയാൻ എനിക്കറിയില്ല. നമുക്കിനി ഇതിനകത്തോട്ട് നമുക്ക് ഉപ്പിടാം. ഉപ്പൂസ് കോയാട്ടോ ഞാനിവിടെ പറയും. അപ്പോൾ അപ്പൂസ് അതുപോലെ തന്നെ അവിടെ നിന്ന് പറയും. ചുപ്പിട്ടു. അപ്പം നമുക്ക് നോക്കിയിട്ടിടാം. നമ്മൾ നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഒന്ന് ചൂടുണ്ട്. അതൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ തികയില്ല കേട്ടോ. അപ്പത്തേനെ ആകുമ്പോഴത്തേക്ക് ഇതൊക്കെ തീരും. അന്നേരം കൊണ്ടുപോകാൻ നമുക്ക് വേറെ ഉണ്ടാക്കാം. ഇപ്പൊ ചൂടായി വരട്ടെ. ചൂടാവട്ടെ, ഒന്ന് തിളക്കട്ടെ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് എൻ്റെ സ്റ്റൈലാണ്. ഞാൻ ചൊറുക്കിയോ വിനാഗിരി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഒഴിക്കില്ല. അച്ചാറുപൊടി ഒന്നും ഞാൻ ഇടാറില്ല. നമ്മുടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ കായപ്പൊടി പിന്നെ ഉലുവാപ്പൊടി, ഇത്രേ ഉള്ളൂ. ചിലവർക്കും ഇഷ്ടപ്പെടാറുണ്ട് കേട്ടോ. തിളച്ച് വരുന്നുണ്ട്. പാത്രം ചെറുതായി പോയോ എന്നൊരു സംശയം. മാങ്ങ മൊത്തത്തിനകത്തൊക്കെ കൊള്ളിക്കാം. ഗ്രേവി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് അതിനകത്തോട്ട് മാങ്ങ ഇടാം. മാങ്ങ ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചില്ലായിരുന്നു. മാങ്ങ ഇട്ട് കൊടുക്കാണ്. ഈശ്വര, ചട്ടി ചെറുതായി പോയോ എന്നൊരു സംശയം. സാരമില്ല, നമ്മളെങ്ങനെയൊക്കെ ഇളക്കി സെറ്റാക്കും. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നല്ലോണം ഇളക്കി കൊടുക്കാം കേട്ടോ. ചട്ടി ചെറുതായി പോയി. കുറച്ച് വലിയ ചട്ടി എടുക്കണമായിരുന്നു. അപ്പോൾ അവിടെ ഇരുന്ന് വലിയ വർത്താനം പറയാട്ടോ. എനിക്ക് പണിയൊന്നും എടുക്കണ്ടല്ലോ. നിനക്ക് പണി തരാൻ അവന് പണിയൊന്നുമില്ലെന്ന്. ഇത് നമ്മൾ നല്ലോണം ഇളക്കിയിട്ടിട്ടുണ്ട്. കാര്യം വൈകുന്നേരം ഇപ്പൊ മാങ്ങ അരിഞ്ഞു വെച്ചതാട്ടോ. ഉണ്ടാക്കുന്നത് രാത്രിയിലാണ്. അത് രാത്രി ചോറുമ്പോ ഇച്ചിരി ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ടാവും കേട്ടോ. രാത്രി ചോറ് മുമ്പ് കഴിക്കാന്ന് വിചാരിച്ചാണ്. അപ്പൊ ചോറൊക്കെ ഉണ്ടാവും. ഇച്ചിരി ചാറ് കുറവാണെങ്കിൽ നമുക്ക് ഇച്ചിരി ചൂടൻ വെള്ളം കൂടി ഉണ്ടാക്കി ഒഴിക്കാം കേട്ടോ. കുഴപ്പമില്ല. എൻ്റെ ഇച്ചിരി ചാറ് കുറവാണ് കേട്ടോ. ഒഴിക്കാനിപ്പോൾ അതായത് ഇച്ചിരി ചൂടൻ വെള്ളം ഇരിപ്പുണ്ട്. നമുക്ക് അതങ്ങ് ഒഴിക്കാം. എന്തോ ഞാനിപ്പോ വരാം. അപ്പനെ അമ്മാമ്മ വിളിക്കുന്നുണ്ട്. ഇച്ചിരി ചൂടൻ വെള്ളം ഞാൻ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഒഴിക്കാം. അപ്പോൾ ഇച്ചിരി
ചാറ് വന്നോളും. ഞാനിങ്ങനെയൊക്കെ ആയിട്ട് ഇവിടെ അച്ചാറ് തോന്നുന്നു. പക്ഷെ എല്ലാവർക്കും ഇഷ്ടമാവാറുണ്ട് കേട്ടോ എൻ്റെ അച്ചാറ്. എല്ലാവർക്കും ഇഷ്ടമാവാറുണ്ട്. എന്തായാലും ഒരു കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കട്ടെ, ഉപ്പൊക്കെ പിടിക്കട്ടെ ആ മുളകും. എന്നിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. അപ്പൊ ഞാൻ വന്നു. അപ്പൂസ് ഓടി അപ്പുറം പോവും, അത് കഴിഞ്ഞ് ഓടി ഇങ്ങോട്ട് വരും, പിന്നെയും പോവും. ഇത് തന്നെ പരിപാടി. ഇച്ചിരി ടേസ്റ്റ് നോക്കട്ടെ. അതായത് നമ്മുടെ അച്ചാർ ഏകദേശം റെഡി ആയിട്ടോ. നല്ലോണം തിളച്ചിട്ടുണ്ട്, കണ്ട കുറച്ച് ഗ്രേവിയൊക്കെ ഉണ്ട്, നല്ല സെറ്റായിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം. കണ്ടോ നല്ല മണമുണ്ട്, കായത്തിൻ്റെയും ആ ഉലുവപ്പൊടിയുടെയൊക്കെ നല്ല മണം വരുന്നുണ്ട്. നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം. കണ്ടോ ഇങ്ങനെ അടിപൊളിയല്ലേ? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എനിക്ക് അച്ചാർ തിന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതായത് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അച്ചാറിട്ടുകൊണ്ടിരിക്കുള്ളൂ. ഇച്ചിരി മാങ്ങ കിട്ടിയാൽ അല്ലെങ്കിൽ ഇച്ചിരി നാരങ്ങ കിട്ടിയാൽ അങ്ങനെയൊക്കെ ഇങ്ങനെ അച്ചാറിട്ടുകൊണ്ടേ ഇരിക്കും. ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണ് അതുപോലെ അച്ചാറൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്?